എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വെറും 10 മിനിറ്റ് മാത്രം മതി ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നതും കൂടെ. വേഗത്തിൽ ഇത് തയ്യാറാക്കുന്ന വിധമൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴികറി റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു കറി മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറിക്ക്. ഈ ഒരു കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വാഴക്കയാണ് എടുത്തേക്കുന്നത്. നമുക്ക് കറിക്കായൊക്കെ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ ഇതേ വലുപ്പമുള്ള ഒരു 4 പീസ് വാഴക്ക തന്നെ എടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തെ ആ കരിന്തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നമുക്ക് അരിഞ്ഞെടുക്കണം. കായയെല്ലാം അരിഞ്ഞെടുത്ത് കഴുകി മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ എരിവിന് വേണ്ടിയിട്ടൊരു 3 പച്ചമുളക് നെടുകെ പിളർന്നുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ കായ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇനി നമുക്ക് അരച്ചെടുക്കാനായിട്ടുള്ളത് ഞാനൊരു അരമുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. 4 ചുമന്നുള്ളി, 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, ഒരു അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇവ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. കായ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേകുന്ന കായ ആയതുകൊണ്ട് ഞാൻ കുറച്ച് സമയം അടച്ച് വേവിച്ചു. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ആ ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് വറ്റിച്ചെടുക്കണം. കായ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാനായിട്ട് നിൽക്കരുത്. നമുക്ക് നേന്ത്രക്കായ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ കായ വേഗത്തിൽ വേകുന്നതായതുകൊണ്ട് ഞാൻ പിന്നീടുള്ള വെള്ളമെല്ലാം തുറന്ന് വെച്ചിട്ടാണ് ഈ വറ്റിച്ചെടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി കായയുടെ കഷ്ണങ്ങളും വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരപ്പിൻ്റെ ആ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇളക്കി നമുക്ക് 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് ഇളക്കി നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 1/2 കപ്പ് അളവിൽ തൈര് നല്ല രീതിയിൽ ഉടച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മൺചട്ടിയിലായതുകൊണ്ട് നല്ല ചൂടുണ്ട്. തൈരും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈവിടാതെ ഇളക്കി ആ മൺചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തൈരും നമുക്ക് ചൂടായി കിട്ടും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് താളിച്ചും കൂടെ ചേർക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. ചോറിനൊപ്പം ഉണ്ണാനായിട്ട് നല്ല കിടു കറി തന്നെയാണ് ഈ ഒരു വാഴയ്ക്ക വെച്ച് ഇങ്ങനെ തയ്യാറാക്കിയാൽ. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലോട്ടൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 3-4 കഷ്ണം ചെറിയ ഉള്ളിയും ഒരു തണ്ട് കറി ലീഫും കൂടെയാണ് മൂപ്പിച്ചെടുക്കാൻ പോകുന്നത്. ഇനി ഒരു 2-3 വറ്റൽമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മൂത്ത് വന്നപ്പം കറിക്ക് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയുടെ ചേർത്ത് കൊടുത്തു. ഈ മൂപ്പിച്ച കൂട്ടും കൂടെ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡിയായി കഴിയും. ഈ കറി തയ്യാറാക്കി ഉടനെ തന്നെ സെർവ് ചെയ്യാതെ താളിപ്പും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. അപ്പോഴത്തേന് കറി കുറച്ചും കൂടെ കുറുകി നല്ല തിക്കായിട്ട് വരികയും ചെയ്യും. ചോറിനൊപ്പം ഈ ഒരു കറിയും ഏതെങ്കിലും ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് പിന്നെ മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്ക് നല്ല കിടുവായിട്ടുള്ള ഒരു കറിയാണിന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു കറി റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല്. ഈ കുഞ്ഞു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനിയും ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.